ഇറാനുമേൽ മിസൈൽ വർഷവുമായി അമേരിക്കയും ഇസ്രായേലും എത്തും മുൻപ് വാണിജ്യ കപ്പലുകൾ സുഗമമായി സഞ്ചരിച്ചിരുന്ന വഴിയാണ് ഹോർമുസ്. എന്നാൽ യുദ്ധത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഇറാൻ മാറ്റിമറിച്ചു എന്ന് പറയുന്നതാകും ശരി. ഹോർമുസിൽ തങ്ങൾക്കുള്ള സ്വാധീനം എത്രമാത്രമാണ് എന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. വെറുമൊരു ശക്തി പ്രകടനമായിരുന്നില്ല അത്, മറിച്ച് മേഖലയുടെ ആകെ സമവാക്യത്തെ മാറ്റിമറിച്ചൊരു അഗ്രസീവ് നീക്കമായിരുന്നു. അതിനുശേഷം അമേരിക്ക എന്ന വമ്പൻ സൈനിക ശക്തി തല കീഴായി നിന്ന് ശ്രമിച്ചിട്ടും ഹോർമുസിനെ സ്വതന്ത്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനായി ജൂൺ 17-നാണ് ഇറാനും അമേരിക്കയും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത്. പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ടോളുകളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ചർച്ചകൾക്കായി നിശ്ചയിച്ചിരുന്ന 60 ദിവസത്തേക്ക് മാത്രമാണ് സൗജന്യം എന്നതായിരുന്നു ഇറാൻ പ്രതികരിച്ചത്. മാത്രമല്ല, ഇറാൻ തുറന്നു നൽകിയ കപ്പൽ ഗതാഗത പാത അവരുടെ സ്വാധീന മേഖലയിൽ കൂടി ഉള്ളതായിരുന്നു, ഏതാണ്ട് അവരുടെ സമുദ്രാതിർത്തിയിലൂടെയുള്ളത്. അതുവഴി ഇറാൻ നൽകിയത് ഒരേയൊരു സന്ദേശമാണ്: അമേരിക്ക പറയും പോലെ ഹോർമുസ് സ്വതന്ത്രമൊന്നും ആയിട്ടില്ല, അതിപ്പോഴും ഞങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്. പിന്നാലെ മറ്റൊന്നുകൂടി സംഭവിച്ചു. ഹോർമുസിൽ ഇറാൻ അംഗീകരിക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ചതിന് ഒമാൻ തീരത്തിനടുത്തുള്ള ഒരു എണ്ണ ടാങ്കറിനെ ഇറാനിയൻ ഡ്രോണുകൾ ആക്രമിച്ചു. ഉടനടി അമേരിക്കയുടെ പ്രതികരണവും ഉണ്ടായി. അവർ ഇറാനിൽ ആക്രമണം നടത്തി. ഇറാനാകട്ടെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് അതിന് മറുപടി നൽകുകയും ചെയ്തു. എല്ലാ സമാധാന ചർച്ചകളെയും ആശങ്കയിലാക്കി നടന്ന സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവും ഹോർമുസ് ആയിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.